ഹായ്. അപ്പോൾ തമ്മിൽ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കാണ് സ്കൂൾ ട്രിപ്സ്. എന്നപ്പോൾ ഒരു സ്റ്റോറി ടൈമും ആണ്, പിന്നെ കുറച്ച് എൻ്റെ ചിന്തകളും അങ്ങനെ പറയാം. നമ്മൾ വീട്ടിലോട്ട് പോകാം, വീഡിയോ തുടങ്ങാം. അപ്പം സ്കൂൾ ട്രിപ്സ് എപ്പോഴാണ് തുടങ്ങുക? ഏത് ക്ലാസ്സിലാണ്? ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് 5-6 തോന്നുന്നു ആദ്യമായിട്ട് സ്കൂൾ ട്രിപ്പ്. അത് പ്ലാനറ്റോറിയത്തിലേക്ക് എത്തിയിരുന്നു. പ്ലാനറ്റോറിയം, പിന്നെ ഏതൊരു ഓട് ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു. ഓട് ഫാക്ടറി ഒക്കെ എന്നപ്പോൾ അതൊക്കെ ഒരു ഡേ ട്രിപ്പാണ്. ചെറുപ്പത്തിലാണ് ഒരു ദിവസം മതിയും താനും. പക്ഷേ ഇപ്പം നമ്മൾ വലുതാകുമ്പോൾ ആ ഒരു ഡേ നമുക്ക് ഭയങ്കര ചെറുതായി തോന്നാൻ തുടങ്ങും. വിചാരിച്ചിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ 10ാം ക്ലാസ്സിലെ ട്രിപ്പാണ്. 10ാം ക്ലാസ്സിലെ ട്രിപ്പ് പറഞ്ഞാൽ അതൊരു ഭയങ്കര ട്രിപ്പായിരുന്നു. ഒരു ദിവസത്തെ അതും ഒരു ദിവസം. ബാക്കി എല്ലാ സ്കൂളുകളും വേറെ എന്തോ ഡൽഹിയോ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മളെ സ്കൂള് ഒരു ദിവസത്തെ ട്രിപ്പ്. അത് എവിടെയും നിലമ്പൂരത്തേക്ക് മ്യൂസിയം അങ്ങനെ സ്ഥലത്തൊക്കെയാണ് പോകുന്നത്. 10ലെത്തിയിട്ടും പിന്നെ അടുത്ത ട്രിപ്പാണ് നമ്മളെ +2ത്തെ ട്രിപ്പ്. അതായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു ദിവസം അല്ലാത്ത അനുഭവിച്ച ട്രിപ്പ്. അത് 4 ദിവസത്തിനായിരുന്നു, 4 ദിവസം. അപ്പം എങ്ങോട്ടാണ് ട്രിപ്പ് പോയി ചോദിച്ചാൽ കൊടൈക്കനാൽ. അതിപ്പോൾ എവിടെ നോക്കിയാലും കൊടൈക്കനാൽ തന്നെ, എല്ലാ സ്കൂളും കൊടൈക്കനാൽ. നമ്മളിന്ന് കൊടൈക്കനാൽ പോകുമ്പോൾ എല്ലാവരും കൊടൈക്കനാൽ തന്നെയാണ് പോകുന്നത്. എന്നപ്പോൾ അങ്ങനെ കൊടൈക്കനാലായിരുന്നു ട്രിപ്പ്. ആ ട്രിപ്പിൽ നടന്ന കുറച്ച് കാര്യങ്ങളും പറഞ്ഞുതരാം. എന്നപ്പോൾ നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ബസ്സിലൊക്കെ കയറി. 4 ബസ് ഉണ്ടായിരുന്നു നമ്മളെ സ്കൂളിൽ തന്നെ. 4 ബസ് ഉണ്ടായിരുന്നു. 150ൻ്റെ മുകളിൽ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ടീച്ചറും സ്റ്റാഫ്സും. പിന്നെ നമ്മളെ യാത്ര ആരംഭിച്ചു. പിന്നെ അങ്ങനെ അറിയാലോ, പാട്ടിടാൻ തുടങ്ങി. പിന്നെ കുറേ ആൾക്കാർ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നെ ഏത് പാട്ടാണെങ്കിലും ഏതോ കുറച്ച് ആൾക്കാരുണ്ടാവും ഡാൻസ് കളിക്കാനും ഡാൻസ് കളിപ്പിക്കാനും. അത് മാൻഡേറ്ററി ആണെന്നുകൊണ്ട് നമ്മൾ ഡാൻസ് കളിച്ചില്ല, ഭയങ്കര മോശമായി ട്രിപ്പിന് പോയില്ലെങ്കിൽ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ചിന്ത കേട്ടോ. ബാക്കിയുള്ളവരെന്താ അറിയില്ല, അത് വിചാരിച്ചിട്ടാണോ എല്ലാവരും അങ്ങനെ ഡാൻസ് കളിക്കുന്നത് എനിക്കറിയില്ല. എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നില്ല. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ബസ്സിൽ തന്നെ ആയതുകൊണ്ട് ഒരു ദിവസം ഫുള്ള് ബസ്സിൽ തന്നെയായിരുന്നു. ഭക്ഷണത്തിന് മാത്രം പുറത്തിറങ്ങി, ഭക്ഷണത്തിനും ബാത്റൂം പോകാനും മാത്രം പുറത്തിറങ്ങി. അതിൻ്റെ മുന്നേ മലമ്പുഴ ഡാം കയറിനെ. അവിടെ നിന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ദിവസം കാണാണ്ടായി. എന്നപ്പോൾ അതിൽ 1500 റുപ്യ ഉണ്ടായിരുന്നു. 1500 റുപ്യ പോയി കിട്ടി. അപ്പോൾ നോക്കിയിട്ട് കാര്യമല്ല, കിട്ടൂലല്ലോ. നമ്മൾ അവിടെയൊക്കെ റൗണ്ട് അടിച്ച്, നമ്മൾ പോയടത്തൊക്കെ റൗണ്ട് അടിച്ച്, എന്നാലും കിട്ടില്ല. ആരും എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ മിസ്സിന് പറഞ്ഞു, മിസ്സ് തരുന്നൊക്കെ പറഞ്ഞ്. പിന്നെ വേറെ കാര്യമുണ്ട്. മിസ്സ് പറഞ്ഞേക്കണ്, നിങ്ങൾ ആവശ്യമില്ലാണ്ട് പൈസ കൊണ്ടുവരണ്ട, വേണമെങ്കിൽ നമ്മൾ തരാം, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് തരാം. എന്നപ്പോൾ കൊണ്ടുവന്ന് അവൻ്റെ തെറ്റാണ്. പക്ഷേ പൈസ പോയാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. 1500 റുപ്യ പോയി. അങ്ങനെ അതൊക്കെ വിഷമത്തിൽ എൻ്റെ ഫ്രണ്ട്. പിന്നെ ആ ട്രിപ്പ് ആ ദിവസം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ രാത്രിയായി. നമ്മളെ സ്റ്റേൻ്റെ സ്ഥലത്തെത്തി, മീൻസ് ഹോട്ടലിലെത്തി. അവിടെ എത്തിയപ്പം 4 പേർക്കാണ് ഒരു റൂം. പിന്നെ ഒരു വലിയ റൂം ഉണ്ടായിരുന്നു, അതിൽ 5 പേർക്ക് പറ്റും. എന്നപ്പോൾ ഒരു 4 പേർക്കും ഒരു റൂം അലോട്ട് ചെയ്ത്. അങ്ങനെ അത് കഴിഞ്ഞു. എല്ലാവർക്കും റൂം അലോട്ട് ചെയ്തതിന് എല്ലാവരും ഉറങ്ങാൻ പോയി. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് എൻ്റെ കൂടെ. ഓൽക്ക് വേറെ ഏതോ റൂമാണ് അലോട്ട് ചെയ്ത്. അതുപോലെ എല്ലാവരും കൂടി വേറെ എവിടെയൊക്കെ എത്തി. ലാസ്റ്റ് പിന്നെ എൻ്റെ റൂമിലും പിന്നെ വേറെ ഏതോ റൂമിലൊക്കെ എത്തി പോലെ. എന്നപ്പോൾ രാത്രി പിന്നെ കുറച്ച് ടൈം അതിന് വാതിൽ തുറന്ന് നോക്കുമ്പോഴാണ് അടിക്കുന്നുണ്ട്, ബോധം കിടുന്നുണ്ട്, പിന്നെ വലിക്കുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അത് അതിനൊന്നും മൈൻഡ് വെക്കാണ്ട് ആ വാതിൽ നല്ലോണം എന്നെ പൂട്ടി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ പെൻഡ്രൈവ് ഉണ്ടായിരുന്നു. നമ്മളെ റൂമിലാണ് TV ഉണ്ട്. അന്നപ്പോൾ പെൻഡ്രൈവിലാണ് മഞ്ഞുമൽ ബോയ്സ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലേനു മഞ്ഞുമൽ ബോയ്സ്. അന്നപ്പോൾ ഞാനത് കാണുന്നു. പിന്നെ ഇതിന് മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട്. അവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. നമ്മളിവിടെ 34 ഡിഗ്രികൾ, 34-36 ഡിഗ്രികൾ. അവിടെ വെറും 12 ഡിഗ്രിയുള്ളൂ രാത്രിയൊക്കെ. എന്ത് തണുപ്പറിയോ, ബാത്റൂമിൽ പോകാൻ കഴിയില്ല, അത്രയും തണുപ്പാണ്. പിന്നെ അവിടെയാണ് വെള്ളം വരിക എന്നാൽ ചുടുവെള്ളം വരും ബാത്റൂമിൽ നിന്നപ്പോൾ. ആ ചുടുവെള്ളത്തിന് അതിന് തന്നെ ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇവിടെ ഉണ്ടാവില്ല, നമ്മൾ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവില്ല. ആ തണുത്ത വെള്ളത്തിൽ കുളിക്കേണ്ടി വരും ലാസ്റ്റ്. അങ്ങനെ കുറച്ച് രാത്രി അങ്ങനെ കഴിച്ച്. ഈ കൊടൈക്കനാൽ പറഞ്ഞാൽ മെയിനായിട്ട് വ്യൂ പോയിൻ്റ് തന്നെ തോന്നുന്നു. വ്യൂ പോയിൻ്റ് തന്നെ. ഗുണ കേവും പിന്നെ അങ്ങനത്തെ ഹിൽ സ്റ്റേഷനും ഒക്കെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഷോപ്പിങ്ങും പിന്നെ നമ്മളെ ലേക്കിൻ്റെ അടുത്തുള്ള സൈക്ലിങ്ങും. വേറെ എന്താ വിട്ടുപോയിക്കണ എനിക്കറിയില്ല. എന്നപ്പോൾ അതെനിക്ക് ഓർമ്മയുള്ളത്, അതൊക്കെയാണ് ഉള്ളത്. പിന്നെ അടുത്തതിന് നമ്മൾ കൊടൈക്കനാൽ കഴിഞ്ഞ് പിന്നെ രാമനാട്ടുകരയും ഒരു ഹില്ലി റീജിയന് നമ്മൾ. പിന്നെ അവിടുത്തെ ഒരു ഓഫ് റോഡിങ് ഉണ്ടായിരുന്നു. ഓഫ് റോഡിങ് അതതിന് മുതലായത്. ജീപ്പിൽ കൂടെ ഏതൊക്കെ വഴിക്കൂടെ അയാൾക്ക് പോകാൻ കഴിഞ്ഞിരിക്കണോ ഒക്കെ അയാൾ പോയിക്കും. അപ്പോൾ രാമനാട്ടുകാർ ആരെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ ഓഫ് റോഡിങ് മറക്കണ്ട. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുലുങ്ങി ഞാൻ പറയില്ല, അത് മനസ്സിലായിക്കോളൂ, ഞാൻ പറയില്ല. അന്നപ്പോൾ പോകുമ്പോൾ മനസ്സിലാവും. അന്നപ്പോൾ ഓഫ് റോഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ മെയിൻ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളൊരു കല്ലിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറയും.
നിങ്ങൾ കുറച്ച് ഷേപ്പൊക്കെ നല്ല ആളാണെങ്കിൽ നല്ല ഷേപ്പൊക്കെ ഉള്ള ഓവർ തടിയൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടെ പോകാൻ പറയും. എന്നാൽ അതും നല്ലൊരു എക്സ്പീരിയൻസാണ്, അതും ചെയ്ത് നോക്കണം. പക്ഷേ കുറച്ച് പേടിയാവും, പക്ഷേ കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസാണ്. പിന്നെ ട്രിപ്പ് അവസാനിക്കാനായി. ലാസ്റ്റ് നമുക്ക് ഡി ജെ പാർട്ടി ഉണ്ടായിരുന്നു. ഡി ജെ പാർട്ടി തന്നെ വലിയതല്ല, പാട്ടിൽ ഒരു ഡി ജെ റൂം, അതിൽ ഡാൻസ് കളിക്കാൻ. എന്നപ്പോൾ ലാസ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിലേക്ക് തിരിച്ചെത്തി. പിന്നെ നമ്മളെ വണ്ടി തിരിച്ചു നമ്മളെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് തിരിച്ചു. ഇതിൻ്റെ ഒക്കെ നടുവിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വീഡിയോ ആക്കി പറയുന്നുണ്ട്, അതിനായിട്ട് മെയിൻ ടോപ്പിക് ആയിട്ട് വീഡിയോ ആക്കി പറയുന്നുണ്ട്. എന്തായാലും ആ 4 ദിവസം എന്തൊക്കെ സംഭവിച്ചത് എന്തായാലും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിപ്പോൾ സ്കൂളൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ പറ്റുന്നോലും പോവാം. ഞാൻ എല്ലാവരും പോകണമെന്നല്ല പറയുന്നത്, എന്നാലും ചിലർ പാരൻസ് വിടില്ല, ചിലർക്ക് പൈസ ആയിട്ട് ബന്ധമുള്ള പ്രോബ്ലം ഉണ്ടാവും. എന്നപ്പോൾ പറ്റുന്നോലും പോവാം, നമുക്ക് ഇല്ലാത്തവരും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പം ആ യാത്രയിലായിരിക്കും നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു ദിനം ഓർമ്മയില്ലല്ലോ. മറക്കാനാത്തൊരു അനുഭവം ഉണ്ടാവും കേട്ടോ, മറക്കാനാത്തൊരു അനുഭവം ഉണ്ടാവും ചിലപ്പോൾ. എന്നപ്പോൾ ഇതുവരെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതായിട്ട് തന്നെ, ഞാൻ ആരെങ്കിലും ഒഫൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചാൽ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ചെയ്തു. എന്നപ്പോൾ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അത്രയേ ഉള്ളൂ പറയാൻ. എന്നപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. ഒരു എൻഡ് കാർഡ് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഇതുവരെ ഈ അറ്റം വരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ നന്ദി. കാരണം ഞാൻ പറഞ്ഞ ചെറുപ്പറ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്കറിയാം എൻ്റെ ആനിമേഷൻ എന്ന് പറയാനൊന്നും പറ്റില്ല, എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കുന്നുണ്ട്. ആനിമേഷൻ പറയാൻ പറ്റില്ല അറിയാം, എന്നാലും അതൊക്കെ സഹിച്ചുകൊണ്ട് എൻ്റെ കാണുന്നവർക്ക് ഭയങ്കര നന്ദി. പിന്നെന്താ, വീഡിയോ ലേറ്റ് ആകുന്നുണ്ട്, വീഡിയോ കുറേ ലേറ്റ് ആണ് എനിക്കറിയാം. വീഡിയോ ഒരു മാസത്തെ എടുക്കുന്ന ഒരു വീഡിയോ, അതൊക്കെ എൻ്റെ മടി കൊണ്ടാണ്. എന്നാലും ഞാൻ ശ്രമിക്കുക വീഡിയോ പിന്നെയും വേഗം കൊണ്ടുവരാൻ. ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യുക. കാരണം ഇതൊക്കെ കാണുമ്പോൾ പിന്നെയും ചെയ്യാൻ തോന്നും. കാരണം ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ ഞാൻ പറയുന്നത് കേൾക്കാണ്ട്, അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ വേഗം ചെയ്യാൻ തോന്നും. അപ്പോൾ വേറല്ല, എനിക്കാണ് എൻ്റെ തന്നെ ചെയ്യാൻ എനിക്കാണ് എന്തോ. എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്.